ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ വല്ലാണ്ട് ലെങ്ത്തൊന്നുമില്ല, എന്നാലും ചെറിയ രീതിക്കൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അപ്പം ഇന്ന് ഞാൻ രാവിലെ കിച്ചണിക്ക് നല്ലോണം ലേറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വന്ന സമയത്ത് തന്നെ ഇവിടെ നാസ്തൻ്റെ പരിപാടികൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ടായിനി. പത്തിരി പരത്തി വെച്ചിന്, പിന്നെ കറി ആയാലും ചായ ആയാലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഞാൻ പിന്നെ വേഗം ചുടാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ ഇതാ ഓരോന്ന് ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഓരോ ട്രിപ്പ് പത്തിരി ചുട്ട് ആയതിനു ശേഷം ഒന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു ആവി പോയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കുന്നത്. അങ്ങനെ ആകുമ്പം ഇങ്ങനെ വെള്ളം പോലെ ഒന്നും ആയി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആവി ഇറങ്ങിയിട്ട് പത്തിരിക്കൊന്നും വലിയ സുഖം കിട്ടില്ല. പത്തിരിക്ക് ഉണ്ടാക്കിയിട്ടുള്ള കറി കോഴിമുട്ട കറിയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട തേങ്ങ അരച്ചിന്, പിന്നെ ഇതാ ചായയും ഒക്കെ അവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഓരോ പത്തിരി ഓരോന്നിങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പത്തിരി എല്ലാം ചുടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പം ഉച്ചക്കത്തെ പരിപാടിയൊന്നും നോക്കണില്ല, കാരണം ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. അപ്പം അതിനെല്ലാവരും പോവും, അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഉച്ചക്കത്തെ പരിപാടിക്കുള്ളൊന്നും നോക്കണ്ട. പിന്നെ രാത്രിയല്ലേ, അതിനിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വേഗം റൈസ് കുക്കറിൽ ചോറാക്കിയിട്ട് അങ്ങനെ എടുക്കാം. അപ്പം നാസ്ത ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്വനിത ഫുഡ് കൊടുക്കുകയാണ്. അപ്പം ഓള് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞപ്പം ഓൾക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുത്താണ് കേട്ടോ. പിന്നെ ഫോണും കണ്ടിട്ടാണ് ഓള് കഴിക്കണത്. പിന്നെ ഇക്കാൻ്റെ ഷൂ എല്ലാം കഴുകിയിട്ടുണ്ടായിനി. അപ്പം ഇന്നലെ ഉണക്കാൻ വെച്ചിനി, അത് കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം അതൊന്ന് വെയിലത്ത് വെക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല കുറേ ഉണ്ടായിരുന്നു അലക്കാൻ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മെഷീനിലിടുകയാണ്, വാഷിങ്ങിനിടുകയാണ്. അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത് അന്നു പറഞ്ഞ് മമ്മ ഇടണ്ട, ഞാൻ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ ഓളിടുന്നത്. ഓൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ വാഷിങ്ങിന് ഇട്ടതിന് ശേഷം ഞാൻ എന്താക്കി വേഗം വന്നിട്ട് നാസ്ത കഴിക്കുകയാണ്. നാസ്ത ഞാൻ നല്ലോണം ലേറ്റായി ഉണ്ടായിന്. അങ്ങനെ എന്നും കഴിക്കുന്ന സമയത്തല്ല, കുറച്ച് ചില സമയത്ത് ഇങ്ങനെ തോന്നലുണ്ട് ഇപ്പോൾ കഴിക്കണ്ട, കുറച്ച് സമയം കഴിയട്ടെ എന്ന്. അങ്ങനെ പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ഇതാകുമ്പോഴേക്കും സമയം കുറച്ചൊന്നാവും, എന്നാലും വല്ലാണ്ട് ലേറ്റായിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ വേഗം നാസ്ത കഴിച്ച് പിന്നെ അടിച്ചു വരാൻ വേണ്ടി നിന്ന്. അപ്പോൾ അടിച്ചു വരുന്ന സമയത്ത് അന്വനെ നോക്കുമ്പോൾ ഇക്കാൻ്റെ ഉമ്മ ആടുന്ന് അലക്കുന്നുണ്ട് കേട്ടോ. അപ്പം അന്വൻ എന്താ പണി, അവിടെ ഒരു ഓല ഉണ്ടായിരുന്നു, അതിൽ കിടന്നിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓളൊക്കെ ഇങ്ങനെ കുളിക്കാൻ വിളിക്കുന്നുണ്ട്. വേഗം കുളിച്ചു കൊടുത്താൽ പിന്നെ മുടിയെല്ലാം വേഗം ഉണങ്ങി കിട്ടുമല്ലോ, എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ മുടിയൊന്ന് കെട്ടിയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നനവിലൊന്നും എനിക്ക് ഇങ്ങനെ മുടി കെട്ടി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ദിവസമായി മട്ട് തേച്ചിട്ട്, അപ്പോൾ ഇന്ന് മട്ട് തേച്ച് ഒന്ന് കുളിപ്പിച്ചെടുത്തതാണ്. അപ്പം അതിനിടയിൽ ഞാൻ അവൾക്ക് 2 പത്തിരി ഇട്ടിട്ട് ഓളോട് കഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഓൾ വല്ലാണ്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇന്നിപ്പോൾ നീ കഞ്ഞൊന്നും കൊടുക്കുന്നില്ല ഇനി, അപ്പോൾ പിന്നെ പത്തിരി ഓളോട് വേഗം കഴിക്കാൻ പറഞ്ഞതേനു. അങ്ങനെ പത്തിരിയെല്ലാം ഓളെ നാസ്ത എല്ലാവരും നാസ്ത കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ഒന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിന്. അപ്പം ആദ്യം ഞാൻ അന്നോന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വേറെ ഒന്നിന് വെച്ചേ. അപ്പോൾ ഇക്ക പറഞ്ഞു അത് വേണ്ട. അങ്ങനെ പിന്നെ ഫൈനലി ഇതാ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഓൾക്ക് ഇട്ടെടുത്തിട്ടുള്ളത്. അങ്ങനെ മുടിയൊന്നും ഇതുപോലെ കെട്ടാനൊന്നും സമ്മതിക്കണില്ല കേട്ടോ. ഓരോന്ന് പറഞ്ഞ് കുറേ സമയം പിന്നാലെ നടന്നിട്ടാണ് മുടിയെല്ലാം ഒരുവിധം ഒതുക്കിയത്. പിന്നെ അത് അലമ്പാക്കിയിട്ട് മുടിയെല്ലാം ആകെ എന്തോ പോലെ ആയിനി. അപ്പം ഇക്കാൻ്റെ ഉപ്പാൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഓള് സ്കൂട്ടിമ്മ പോകാൻ വേണ്ടിയിട്ട് കരുന്നതായിരുന്നു. പിന്നെ ഇക്ക വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തു. അങ്ങനെ അതാ പോയോണ്ടിരിക്കുന്ന. അപ്പം ഓഡിറ്റോറിയത്തിലായത് ആണല്ലോ കല്യാണം. അപ്പം നമ്മൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ്, വല്ലാണ്ട് ലോങ്ങൊന്നുമില്ല പോകാൻ. വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഹോൾക്ക് വന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം വല്ലാണ്ട് ആരും കാണാനും കണ്ടിട്ടൊന്നുമില്ല. ഇനി എല്ലാവരും നമ്മൾ അറിയണവരൊക്കെ ഓരോരോ സൈഡിലാണ്. പിന്നെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. ഫുഡ് കഴിച്ച് വന്ന് പിന്നെ ഹോളിൽ വന്നിട്ട് ഞങ്ങൾ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല ചൂടുണ്ടേനു. അപ്പം മക്കളൊക്കെ അപ്പാടെ നമ്മളവിടെ ഇരുന്ന സമയത്ത് തന്നെ മക്കൾ പിന്നെ നമ്മളടുത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്റ്റേജിലാണ് കേട്ടോ ഓരോ കളി ഉണ്ടായിരുന്നത്. കുറേ മക്കൾസ് അവിടെ അങ്ങനെ കളിക്കുന്നത് കണ്ടപ്പം പിന്നെ നമ്മൾ അടുത്ത് നിൽക്കാനേ കൂട്ടാക്കിയിട്ടില്ല ഇനി. അങ്ങനെ ആടുന്ന് ചാടി കളിക്കലൊക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ച് സമയം ആടെല്ലാം സംസാരിച്ച് അറിയണവരോടൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഇക്ക വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന് അങ്ങനെ പിന്നെ നമ്മൾ പോയോണ്ടിരിക്കുന്നതാണ്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഒന്നും വേണ്ടില്ല കേട്ടോ, വേഗം പോയിട്ട് അങ്ങോട്ട് കിടക്കുകയാണ് ചെയ്തത്. ഒന്നിനും തോന്നണില്ല, ഭയങ്കര ചൂടും ഭയങ്കര ക്ഷീണമല്ലേ ഇനി. അത് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമൊക്കെ പിന്നെ ഒരു വൈകുന്നേരം ഏകദേശം ഒരു 6-6:15 ആയ സമയത്താണ് ഞാൻ കിച്ചണിക്ക് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം കറിയെല്ലാം ഉണ്ട്, ഇന്നലത്തെ കറി ബാക്കിയുണ്ടായിരുന്നു, സാമ്പാർ കറി. അങ്ങനെ അതിനിപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. പിന്നെ അത് ഒരു 4-5 മീൻ എടുത്തിട്ട് പൊരിക്കണം. അപ്പം അതൊക്കെ അവിടെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അന്നു ഈ സമയം ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓള് കിച്ചണിക്ക് വന്നിട്ടില്ല ഇനി.
അപ്പോൾ ഞാനിതാ ചോറ് പതിയാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. പിന്നെ ഒരു റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചാൽ 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല പാകത്തിനുള്ള വേവാവും. ഇത് റേഷനരിയാണ് കേട്ടോ. കുറുവയാണെന്നുണ്ടെങ്കിൽ 10-35 മിനിറ്റൊക്കെ ഞങ്ങൾ വെക്കലുണ്ട്. പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഞങ്ങൾ അധികം റേഷനരി വെക്കാനാണ് നോക്കൽ. അങ്ങനെ മീൻ പൊരിക്കലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. മീൻ പൊരിക്കുന്ന സമയത്താണ് ഇക്ക വിളിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് കോഴിക്കോട് പോകണം, നിങ്ങൾ മാറ്റിക്കോന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ പിന്നെ ഏതായാലും മഗ്‌രിബ് കൊടുക്കാനെല്ലാം ആയിട്ടുണ്ടല്ലോ. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോയത്. അങ്ങനെ അതാ ബീച്ചിലെത്തി. കുറച്ച് സമയം ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് കേട്ടോ. കുറച്ച് സമയം അങ്ങനെ വർത്തമാനമെല്ലാം പറഞ്ഞിട്ട് നമ്മളിരുന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു വിരിയെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ അവിടെയും കുറച്ച് സമയം ഇരുന്ന്. പിന്നെ ഉപ്പിലിട്ടതും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.